ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊങ്കണി വിഭാഗത്തിന് കണ്ണൂർ തയ്യിലിൽ ഒരു ക്ഷേത്രമുണ്ട്, വെങ്കിട്ടരാമൻ ടെമ്പിൾ. നമുക്കതിൻ്റെ ചരിത്രവും വിശേഷങ്ങളും ഒന്ന് നോക്കിയാലോ. 18ാം നൂറ്റാണ്ടിൽ കണ്ണൂർ അറക്കൽ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. കണ്ണൂർ തീരത്ത് വസിച്ചിരുന്ന മുസ്ലിം കടൽ കൊള്ളക്കാരുടെ പ്രവർത്തനങ്ങൾ കണ്ണൂരിലെ ജനങ്ങൾ പട്ടിണികിടന്ന് മരിക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചു. തലശ്ശേരിയുമായി വിപുലമായ അരി വ്യാപാരം നടത്തുകയും കണ്ണൂർ കടലിൽ അരി നിറച്ച നാടൻ കരകൗശ വസ്തുക്കൾ വിൽക്കുകയും ചെയ്തിരുന്ന ഗോവയിൽ നിന്നുള്ള ശ്രീ ബാബനി ഷേണായിയെ രാജാവ് ആവശ്യപ്പെട്ടു വിളിച്ചു വരുത്തി. തുടർന്ന് ഷേണായി പാണ്ഡികശാലകൾ അഥവാ വെയർഹൗസുകൾ തുറന്ന് കണ്ണൂരിൽ ബിസിനസ് ആരംഭിച്ചു. രാജാവ് ഷേണായിക്ക് 5 ഏക്കർ സ്വതന്ത്ര ഭൂമി സമ്മാനിക്കുകയും ചെയ്തു. ഒരു റെസിഡൻഷ്യൽ കോളനി പണിയുന്നതിനായി തൻ്റെ ബിസിനസ് സുഹൃത്തുക്കൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുമെന്ന വ്യവസ്ഥയോടെ. 17ാം നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ മംഗലാപുരം വെങ്കിട്ടരമണ ക്ഷേത്രത്തിൽ അർച്ചക്കായി ജോലി ചെയ്തിരുന്ന ശ്രീ വെങ്കടേഷ് ഭട്ട് കണ്ണൂരിലെത്തി ഇവിടെ സ്ഥിര താമസമാക്കി. അദ്ദേഹം അവിടെ നിന്ന് വെങ്കിട്ടരമണ വിഗ്രഹം കൊണ്ടുവന്ന് തൻ്റെ വീട്ടിൽ സ്ഥാപിച്ച് ആരാധിച്ചു. തൻ്റെ സമുദായക്കാർക്ക് പൊതുവായ ആരാധനാലയം ഇല്ലാതിരുന്നതിനാൽ ശ്രീ വെങ്കടേഷ് ഭട്ട് തൻ്റെ വീടിനടുത്തൊരു വലിയ ഭജന ആരാധനാ ഹാൾ നിർമ്മിക്കുകയും പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുക്കുകയും ചെയ്തു. ഈ സ്ഥലം പിന്നീട് വെങ്കടേഷ് ഭട്ട് മഠം എന്നറിയപ്പെട്ടു. പിന്നീട് മഠം GSB സമൂഹത്തിനായുള്ള ഒരു ക്ഷേത്രമായി വികസിച്ചു. 1971 ക്ഷേത്ര അധികാരികൾ ക്ഷേത്രത്തിന് സമീപം ഒരു വിവാഹ മണ്ഡപം സ്ഥാപിച്ചു. ഇതാണ് ഈ അമ്പലത്തിൻ്റെ ചരിത്രം. ശ്രീകോവിലിൽ സന്താനഗോപാലൻ, ലക്ഷ്മിനാരായൺ, കൃഷ്ണൻ എന്നിവരുടെ വിഗ്രഹങ്ങളുമുണ്ട്. ശ്രീകോവിലിലെ ദേവതകൾ പഞ്ചലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീകോവിലിന് പുറത്ത് തെക്ക് കിഴക്കും വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ഹനുമാന്റെയും ഗരുഡൻ്റെയും ശിലാവിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന് 400 വർഷത്തെ പഴക്കമുണ്ട്. ഒരു ദേവപ്രശ്നത്തിൽ ഈ സ്ഥലം വളരെ പവിത്രമായ സ്ഥലമാണെന്നും മഹാലക്ഷ്മി ദേവി വളരെ കാലം മുമ്പ് അവിടെ താമസിച്ചിരുന്ന സ്ഥലമാണെന്നും വെളിപ്പെടുത്തി. ഈ ക്ഷേത്രത്തിൻ്റെ പ്രേതബാധ ക്ഷേത്രത്തിനും ഭക്തർക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും അത് തിലോഹോമം വഴി നീക്കം ചെയ്യണമെന്നും മനസ്സിലാക്കി. അങ്ങനെ 1986 ഈ ക്ഷേത്രത്തിന് ഒരു മഹാകുംഭാഭിഷേകം നടത്തി. ഈ ക്ഷേത്രത്തിന് തൊട്ടരികിലായി മറ്റൊരു ക്ഷേത്രവുമുണ്ട്. ആ ക്ഷേത്രം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിർമ്മിച്ച ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആ വിശേഷവുമായി വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.